തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വൈദികൻ റവറൻ ഫാദർ സ്റ്റീഫൻ MTയുടെ മൃതസംസ്കാര കർമ്മം 4 മെത്രാന്മാരുടെ സാന്നിധ്യത്തിൽ നടന്നു. മൃതസംസ്കാര കർമ്മ ദിവ്യബലിയിൽ 100ഓളം വൈദികരും ധാരാളം സന്യസ്തരും പലയിടങ്ങളിൽ നിന്നുമുള്ള അനേകം വിശ്വാസികളും പങ്കുചേർന്നു. ഇന്ന് രാവിലെ 9:30 പരുത്തിയൂർ വിശുദ്ധ മേരി മഗ്ദലേന ദേവാലയത്തിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടന്നു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അധ്യക്ഷൻ അഭിമന്യ തോമസ് നെറ്റോ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പരേതനായ സ്റ്റീഫനച്ചൻ്റെ സഹപാഠിയും ഇപ്പോൾ പാലക്കാട് രൂപതാധ്യക്ഷനുമായ ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ ആമുഖ സന്ദേശം നൽകി. ആലുവ, കാർമൽഗിരി, മംഗലപ്പുഴ സെമിനാരികളിൽ ഒരുമിച്ച് പഠിച്ച് തിരുപ്പട്ടം സ്വീകരിച്ച സ്റ്റീഫനച്ചനോട് എനിക്ക് ഹൃദയബന്ധം ഉണ്ട് എന്നും സ്റ്റീഫനച്ചൻ തൻ്റെ രോഗാവസ്ഥയിലും എന്നോടുള്ള സ്നേഹം പ്രകടമാക്കിയിരുന്നു എന്ന ഓർമ്മകൾ ബിഷപ്പ് പങ്കുവച്ചു. സ്റ്റീഫനച്ചൻ ഒരു പുരോഹിതൻ എന്ന നിലയിൽ യേശുവിൻ്റെ വചനം പ്രഘോഷിക്കുകയും അനുദിന ദിവ്യബലിയിലൂടെ യേശുവിനെ അനേകർക്ക് നിത്യജീവൻ്റെ അപ്പമായി നൽകിയാണ് കടന്നുപോയത് എന്ന് തിരുവനന്തപുരം സഹായമെത്രാൻ ക്രിസുദാസ് പിതാവ് തൻ്റെ വചന പ്രഘോഷണത്തിലൂടെ പറഞ്ഞു. താനായിരുന്ന ഇടവകളിലൊക്കെ ബൈബിൾ വിജ്ഞാനീയം നൽകുന്നതിൽ ശ്രദ്ധേയനായിരുന്നു. അതിൻ്റെ അടയാളമായിരുന്നു തൻ്റെ 60ാമത്തെ വയസ്സിൽ ബൈബിളിലെ 60 ദൈവമനുഷ്യർ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമെന്ന് പറഞ്ഞുകൊണ്ട് അതിരൂപത വികാർ ജനറൽ ഫാദർ യൂജിൻ പെരേര എല്ലാവർക്കും നന്ദി അർപ്പിച്ചു. ദിവ്യബലിക്ക് ശേഷം വൈദികരും സന്യസ്തരും റോസാപ്പൂക്കൾ കൊണ്ട് സ്റ്റീഫനച്ചന് അന്തിമോപചാരം സമർപ്പിച്ചു. തുടർന്ന് ബഹുമാനപ്പെട്ട സ്റ്റീഫനച്ചൻ്റെ ഭൗതിക ശരീരം വൈദികർ കല്ലറയിലേക്ക് സംവഹിച്ചു കൊണ്ടുപോവുകയും അടക്കം ചെയ്യുകയും ചെയ്തു.